ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ അന്വേഷണത്തിന് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ചൊവ്വാഴ്ച തന്ത്രി ജാമ്യാപേക്ഷ നൽകുന്നതിന് മുൻപ് കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വേണം. തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമെന്നും ആചാരലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തന്ത്രിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. കാലിന് ചെറിയ നീരുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നും ഡോക്ടർ പറഞ്ഞു. പുള്ളിക്ക് ഓൾറെഡി പലവിധ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ നോക്കിയാൽ പ്രഷറും കാര്യങ്ങളൊക്കെ വളരെ വേരിയേഷൻ ഉണ്ടായിരുന്നു. 200 അടുത്ത് BP കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ കിടന്ന് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ECG എടുത്താലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാലും കാലിൽ നീരും കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റ് ഇവാലുവേഷനായിട്ട് നമ്മൾ ജസ്റ്റ് മെഡിക്കൽ കോളേജിലോട്ടൊരു റൂട്ടീൻ ചെക്കപ്പിനായിട്ട് വിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യേണ്ട ഒരു എന്താ സാഹചര്യം എന്തായിരുന്നു? അല്ല, അത് പുള്ളിക്ക് പറഞ്ഞ പ്രഷറിലും ഒരു വലിയ വേരിയേഷൻ ഉണ്ട്. കുറച്ചൊരു വേരിയേഷൻ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ ഇവാലുവേഷനും ഈ പറഞ്ഞ കാലിലെ നീര് ഭാഗത്തിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിക്കാനും പറ്റുമായിട്ട് അത് നമുക്ക് ഫർദർ ഇവാലുവേഷനിൽ പറയാൻ പറ്റും. അതിനോടായിട്ടാണ് വിട്ടിരിക്കുന്നത്. ഗുരുവായൂർ നോക്കിയിട്ട് കാണുന്നില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും കൊല്ലത്ത് നിന്ന് വിനീഷും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യണം. തന്ത്രിയുടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ, അതോടൊപ്പം മറ്റ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് SIT എന്ന് മനസ്സിലാക്കുന്നു. എത്ര ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും ആവശ്യപ്പെടുക? നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ തുടർ നീക്കങ്ങളിൽ എങ്ങനെയായിരിക്കും? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഏതാണ്ട് 12 മണിയോടെയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ എത്തിച്ചത്. അവിടെ നിന്ന് പരിശോധനകൾ പൂർത്തിയാക്കിയും ഡ്രോപ്പ് ടെസ്റ്റിൽ വ്യതിയാനം കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പ് മാറ്റുകയുമായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്പെഷ്യൽ സെല്ലിലായിരിക്കും അദ്ദേഹത്തെ പാർപ്പിക്കുക. അവിടെ വിശദമായ പരിശോധനകൾ നടക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ആ പരിശോധനകൾ നടക്കും. ആ പരിശോധനകൾ ായിരിക്കും ആശുപത്രിയിൽ തുടരേണ്ടതുണ്ടോ, അവിടെ തന്നെ പോലീസിന്റെ സുരക്ഷയിൽ ആശുപത്രിയിൽ തന്നെ കഴിയുകയായിരിക്കുമോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതിലൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. എന്തായാലും തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും എന്നാണ് നമുക്ക് SITയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് SIT ആലോചിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം കൃത്യമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേസിന്റെ തുടരന്വേഷണത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ ഇടപെടൽ, അതായത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ഈ ഇടപാടുകളുടെ പങ്ക്, അദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളമാണ്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എത്രത്തോളം അറിയാമായിരുന്നു, ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്ത്രിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന വാദമാണ് SIT കോടതിയിൽ, കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയുമായി പ്രത്യേക അന്വേഷണ സംഘം മുമ്പോട്ട് പോകും. ആ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ജാമ്യാപേക്ഷ നൽകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ആരോഗ്യ കാരണങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിക്കാനാണ് സാഹചര്യം. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കാരണം കേസിന്റെ തുടരന്വേഷണം മുമ്പോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് തങ്ങളെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ ആദ്യപടിയായി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും അതോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അതിനു പുറമെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതാണ്ട് 20 വർഷത്തെ ബന്ധം അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലുള്ള ബന്ധമാണ്, എങ്ങനെയാണ് അവർ ഇത്രമാത്രം ഒരു വലിയ അടുപ്പത്തിലേക്ക് വരാനിടയ സാഹചര്യം എന്താണ്, 2004 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതോടൊപ്പം തന്ത്രി കണ്ഠരര് രാജീവരുടെയും സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ അവർ ഒരുമിച്ച് നടത്തിയിട്ടുള്ള യാത്രകൾ, അത് സംബന്ധിച്ച് ചില വിവരങ്ങൾ നേരത്തെ SITക്ക് ലഭിച്ചിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതിന് വേണ്ടിയാണ് അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതെന്നാണ് സൂചന. തീർച്ചയായും ഇതോടൊപ്പം നിലവിൽ ആചാരലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി തുടങ്ങിയ
കണ്ടെത്തലുകളാണ് തന്ത്രിക്കെതിരെ SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ എത്രത്തോളം പങ്ക് തന്ത്രിക്കുണ്ട്? തന്ത്രിക്ക് അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയൊക്കെ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വ്യക്തതകൾ, സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ടോ? തന്ത്രിയുടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടോ, അല്ലെങ്കിൽ തന്ത്രിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഡാൻ, ആചാരലംഘനം നടന്നിട്ടുണ്ട്. താന്ത്രിക വിധി പ്രകാരമല്ല അവിടെ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്നതാണ് പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം. അവിടെ നിന്ന് ഈ പാളികൾ കൊണ്ടുപോകുന്ന, അഴിച്ചു മാറ്റുന്ന സമയത്തും തന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് തെറ്റാണെങ്കിൽ, ആചാരലംഘനമാണ് നടക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കിയ തന്ത്രി എന്തുകൊണ്ട് ആ കാര്യം ദേവസ്വം ബോർഡിനെയോ മറ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ തയ്യാറായില്ല? ഇതടക്കമുള്ള കാര്യങ്ങളാണ് തന്ത്രിയുടെ മൗനാനുവാദം ഈ വിഷയങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപിക്കാനായി SIT റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു കൃത്യത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു വിവരങ്ങളെക്കുറിച്ചും റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പരാമർശങ്ങളുമില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2019 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തന്ത്രിയുടെയുമൊക്കെ ഒരുമിച്ചുള്ള യാത്രകളും സാമ്പത്തിക ഇടപാടുകളുമൊക്കെ വിശദമായി പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്ത്രിയുടെ പേഴ്സണൽ ഫോണും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ഫോൺ പരിശോധിക്കുന്നതിലൂടെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും ഡിജിറ്റൽ തെളിവുകൾ ആ ഫോണിൽ നിന്ന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആചാര ലംഘനത്തിന് തന്ത്രി മൗനാനുവാദം നൽകിയെന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ കേസിൽ പ്രധാനമായി SIT തന്ത്രി കണ്ഠരര് രാജീവരെ കേസിൽ പ്രതി ചേർക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും, കാരണം ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുമോ? മാത്രമല്ല, ഈ തന്ത്രി മാത്രമാണോ ഈ കേസിലെ ഉന്നതൻ? രാഷ്ട്രീയ ഉന്നതരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീങ്ങേണ്ടതുണ്ടോ? ഡാൻ, എന്താണ് SIT നൽകുന്ന വിവരങ്ങൾ? ഒരുപക്ഷെ 3 പേരെ കൂടിയാണ് ഇനി വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യത. അതിൽ ആദ്യമുള്ളത് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ്. നിലവിലെ ശബരിമല തന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ മകരവിളക്ക് മഹോത്സവത്തിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം പ്രധാനമായി ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതിനു പുറമെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഒരുപക്ഷെ ഇവരെയൊക്കെ വീണ്ടും ഈ കാര്യങ്ങളുടെ വ്യക്തത തേടി ചോദ്യം ചെയ്യാനാണ് സാധ്യത. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, A. പത്മകുമാർ അധ്യക്ഷനായിരുന്ന സമയത്ത് ദേവസ്വം മെമ്പറായിരുന്ന ശങ്കർദാസിലേക്ക് കൂടി അന്വേഷണം നീണ്ടേക്കും. അതായത് അദ്ദേഹത്തെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം നോട്ടീസ് നൽകിയിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടിയാണ് ലഭിച്ചത്. അങ്ങനെയെങ്കിൽ SITയുടെ ഭാഗത്ത് നിന്ന് വളരെ അടിയന്തരമായി തന്നെ അത്തരമൊരു ഇടപെടൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അതോടൊപ്പമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണം SITക്ക് മേൽ ഒരു തരത്തിലൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതായത് SIT കണ്ടെത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ദിശയിലേക്ക് ഈ EDയുടെ അന്വേഷണം നീളുകയും SIT ചോദ്യം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ED കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ SITയുടെ അന്വേഷണത്തിന്റെ നിഷ്പക്ഷത വലിയ തരത്തിൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ ഒരു സാഹചര്യം SITയുടെ അന്വേഷണത്തിന് സുതാര്യതയെ തന്നെ ബാധിക്കുന്നതായിരിക്കും. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനേക്കാണ് തിടുക്കത്തിൽ തന്നെ കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന എല്ലാവരിലേക്കും SITയുടെ അന്വേഷണം വേഗത്തിൽ തന്നെ എത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.